എല്ലാവർക്കും സയൻ ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് ആൾക്കാർക്ക് അനുഗ്രഹങ്ങളും ആശ്വാസമായ ഒരു വലിയൊരു പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ചാലക്കുടിയിൽ നിന്ന് നേരെ കൊരട്ടിയിലേക്ക് ഏകദേശം ഒരു 5 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. അത്ഭുത പ്രവർത്തകയായ കൊരട്ടിമുത്തി എന്ന് അറിയപ്പെടുന്ന കന്യാമാതാവിൻ്റെ ഈ പള്ളി സീറോ മലബാർ സഭയുടെ ഏറ്റവും പ്രസിദ്ധമായ ദേവാലയങ്ങളിൽ ഒന്നാണ്. ഒരു ക്രിസ്ത്യൻ ദേവാലയമായിട്ട് കൂടി നാനാജാതി മതസ്ഥരുടെ ഇഷ്ടപ്പെട്ട ആരാധനാലയവും ആശ്രയവുമാണ് ഈ കൊരട്ടി പള്ളി. ഇവിടെ വരുന്ന ഓരോ വിശ്വാസികളും ഇവിടെയുള്ള ആ മാതാവിനെ സ്നേഹപൂർവ്വം കൊരട്ടിമുത്തി എന്നാണ് വിളിച്ചു പോരുന്നത്. കൊരട്ടിമുത്തിയെ പൂവങ്കുലയുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവിടുത്തെ മെയിനൊരു നേർച്ചയാണ് ഈ പൂവമ്പഴം മാതാവിനെ കാഴ്ചവെക്കുന്നത്. ഈ പേരിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. പണ്ട് കാലത്ത് കൊരട്ടിക്കടുത്തുള്ള മേലൂരിൽ നിന്നുള്ള ഒരു തീർത്ഥാടകൻ കൊരട്ടിമുത്തിക്ക് വഴിപാടായി പൂവൻ വാഴപ്പഴം ചുമന്നുകൊണ്ടു പോകുമ്പോൾ വഴിയിൽ വിശക്കുന്ന ഒരാൾ ഇരിക്കുന്ന ആ നെൽവയലിലൂടെ കടന്നു പോകേണ്ടി വന്നു. വാഴപ്പഴത്തിൻ്റെ കൊട്ട കണ്ടപ്പോൾ 2 വാഴപ്പഴം നൽകാൻ ആ തീർത്ഥാടകനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് കൊരട്ടി മഠത്തിന് മുന്നിൽ വെക്കാനുള്ള വഴിപാടാണെന്ന് വിശദീകരിച്ച ആ തീർത്ഥാടകൻ പഴം നൽകാൻ വിസമ്മതിച്ചു. എന്നാൽ അയാൾ ബലമായി കൊട്ടയിൽ നിന്ന് 2 വാഴപ്പഴം എടുത്ത് കഴിച്ചു. വാഴപ്പഴം കഴിച്ച ഉടനെ തന്നെ ആ മനുഷ്യൻ വയറ്റിൽ കടുത്ത വേദനയോടെ പൊളയാൻ തുടങ്ങി. എത്ര മരുന്നുകൾ കഴിച്ചിട്ടും ആ വേദനയ്ക്ക് ഒരു ആശ്വാസവും കിട്ടിയില്ല. അവസാനം ഇത് ചില ദൈവിക ഇടപെടലാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഉടനെ തന്നെ വഴിപാടായി താൻ പണിയെടുത്തിരുന്ന നിലത്തിൻ്റെ പകുതി മുത്തിക്ക് ദാനമായി നൽകി. തൽക്ഷണം ആ വേദന ശമിച്ചു. കൂടാതെ പൂവൻ വാഴപ്പഴത്തിൻ്റെ വലിയൊരു കുലയുടെ സ്വർണ്ണ പ്രതിമ കൂടി അദ്ദേഹം മുത്തിക്ക് ദാനമായി നൽകി. അന്ന് മുതൽ കൊരട്ടിമുത്തിക്ക് വഴിപാടായി വാഴപ്പഴവുമായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നു. സ്വർണം, വെള്ളി തുടങ്ങിയ പലതരം ലോഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ആഗ്രഹത്തിനും രോഗശാന്തിക്കുമായി തുലാഭാരം നടത്തിയും മുട്ടിലിഴഞ്ഞും വിശ്വാസികൾ വഴിപാടുകൾ നടത്തുന്നത് ഇവിടെ സാധാരണമാണ്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ കൊരട്ടിമുത്തിയുടെ ഈ ഒരു പള്ളിയും ആ പരിസരവും. പൂവങ്കുലയുടെ മാതാവ് എന്നറിയപ്പെടുന്ന കൊരട്ടിമുത്തിയുടെ ഈ പള്ളി കേരളത്തിലെ ലൂർദ് എന്നും അറിയപ്പെടുന്നു. 1381 ഈ ദേവാലയം സ്ഥാപിതമായത് എന്ന് വിശ്വസിക്കപ്പെടുന്നത്. എന്നിരുന്നാലും അതിൻ്റെ അസ്തിത്വം ശക്തൻ തമ്പുരാന്റെ ഭരണകാലം മുതൽ ഉള്ളതാണ്. ഓരോ വർഷവും ഒക്ടോബർ 10-ാം തീയതി ആഘോഷിക്കുന്ന കൊരട്ടിമുത്തിയുടെ ഈ പെരുന്നാളിൽ കൊരട്ടിമുത്തിക്ക് ഒരു പൂവങ്കുല നേർച്ച വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ആശ്രയവും രോഗശാന്തിയും നൽകുന്ന മാതാവിൻ്റെ അത്ഭുത പ്രവർത്തികൾ വിശ്വസിക്കുന്ന വിശ്വാസികളാൽ നിറയുന്നു. കൊരട്ടിമുത്തിക്ക് മുമ്പിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് കിട്ടുന്ന ആ സന്തോഷവും ആ സമാധാനവും അനുഭവിച്ച് ആണ് ഇവിടെ വരുന്ന ഓരോ വിശ്വാസികളും തിരിച്ച് പോകുന്നത്. നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് എന്നും വൈകിട്ട് ഉള്ള കൊരട്ടിമുത്തിയുടെ തിരു രൂപവും വഹിച്ചുകൊണ്ടുള്ള ആ ഒരു ഘോഷയാത്രയാണ്.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസൊക്കെ നമുക്ക് ഇനി ഒരു പുതിയൊരു എപ്പിസോഡിൽ കാണാം.